പുതുപ്പള്ളി ദേവികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ മെറിറ്റ് അവാർഡ് വിതരണം ദേവി പ്രസാദം 2026 നടന്നു. അവാർഡ് വിതരണം, അനുമോദനം എന്നിവ ചടങ്ങിന്റെ ഭാഗമായി നടന്നു. ചലച്ചിത്ര ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്രവർമ്മ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് എസ് ബിന്ദീഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജയകുമാർ തെക്കൻശ്ശേരിൽ സ്വാഗതം രേഖപ്പെടുത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളിക്കല മുഖ്യപ്രഭാഷണം നടത്തി. പുതുപ്പള്ളി ദേവികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ദേവി പ്രസാദം 2026 എന്ന പേരിൽ നടത്തുന്ന മെറിറ്റ് അവാർഡ് വിതരണവും അനുമോദനവും ചലച്ചിത്ര ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്രവർമ്മ ഉദ്ഘാടനം ചെയ്തു. കളിക്കാരൻ നിൽക്കുന്ന ആളെന്ന് പറയാം. പക്ഷേ അത് കൃത്യമായി നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, നിങ്ങളെല്ലാവരും ചെയ്യേണ്ട കാര്യം, നമ്മളൊരു കളിക്കളത്തിൽ ഇറങ്ങിയാൽ മെസ്സി ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ മെസ്സി കൃത്യമായിട്ട് അദ്ദേഹം വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പന്തിൻ്റെ പുറകെ ഓടി ക്ഷീണിക്കില്ല. പക്ഷേ അദ്ദേഹം ഒതുങ്ങി നിന്നുകൊണ്ട് എതിർ കക്ഷികളുടെ പൊസിഷൻ നോക്കും, അവരെവിടെയാണ് ഗ്യാപ്പ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കി അദ്ദേഹം പന്ത് കിട്ടുമ്പോൾ കിട്ടുന്ന മുറയ്ക്ക് കൃത്യമായിട്ട് ആ വിടവ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കൂടുതൽ കളിക്കാർക്ക് പന്ത് കൊടുക്കുക എന്ന് ദൗത്യം കൂടി ചെയ്യുന്നു. അതായത് മെസ്സിയത്തേക്കും കൊണ്ട ഗോളിക്കുന്ന ആളല്ല, എന്നോട് എപ്പോഴും നോക്കുന്നില്ലേ, അദ്ദേഹം നന്നായി ഫീലിങ്ങാണ്. അപ്പം അദ്ദേഹം വെറുതെ ഇരിക്കുകയായിരുന്നു കളത്തിലെന്ന് പറയുന്നതിന് കളിയാക്കിയവർക്കുള്ള മറുപടിയായിരുന്നു മെസ്സിയാണ്. കാര്യം മെസ്സിയാണ് ഉണ്ട്. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് എസ് ബിന്ദീഷ് അധ്യക്ഷത വഹിച്ചു. അവരെ കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മാർക്കറ്റുകളെ കൂടി ആദരിക്കുക എന്നതാണ് പ്രൊഫസറിന്റെ തീരുമാനം. അത് കഴിഞ്ഞ പ്രാവശ്യവും ഉദ്ഘാടനം ചെയ്തു. അതിനകത്ത് ജാതിയോ മതമോ ഒന്നും നമ്മൾ നോക്കിയിട്ടില്ല, വർണ്ണമോ ഒന്നുമില്ല. എല്ലാവർക്കും നമ്മുടെ നാട്ടിലെ കുട്ടികളെല്ലാം ബന്ധുക്കളുടെ മക്കളാണെന്ന് ഞങ്ങൾ കരുതുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളിക്കല മുഖ്യപ്രഭാഷണം നടത്തി. വളരെ സന്തോഷവും അഭിമാനവും തരുന്ന ഒരു സമയം. കാര്യം നമുക്ക് നമ്മുടെ ഈ ദേവികുളങ്ങരയ്ക്ക് എത്തിയ ഒരു യുഗപുരുഷന്റെ മകൻ, മറ്റൊരു പ്രശസ്തനായ മകൻ, അദ്ദേഹം നമ്മുടെ ദേവികുളങ്ങരയിൽ എത്തിയിരിക്കുകയാണ്. പഞ്ചായത്ത് അംഗം അഞ്ജു തമ്പി, ബാബു ആലിമുട്ടിൽ തറ, ധനേഷ് കൃഷ്ണ, രഞ്ജുലാൽ എസ്, ഹരികുമാർ, കെ രമണൻ എന്നിവർ സംസാരിച്ചു. ഭരണസമിതി സെക്രട്ടറി ജയകുമാർ തെക്കൻശ്ശേരിയിൽ സ്വാഗതവും ട്രഷറർ പ്രയാർ നന്ദകുമാർ നന്ദിയും രേഖപ്പെടുത്തി. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. CDNet ന്യൂസ്, ദേവികുളങ്ങര.